മാതൃ നവജാത ശിശു മരണങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാകണമെന്ന് പറയുമ്പോൾ തന്നെയാണ് മറുവശത്ത് യുവതി മരിച്ച സംഭവം മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് തുല്യമെന്ന് ആരോഗ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വരുന്നത് ഗൗരവമായ വിഷയത്തിൽ ശക്തമായി എതിർത്ത് നടപടി വേണമെന്ന് മന്ത്രി പറയുമ്പോൾ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഖേദകരം. മുൻപും തലസ്ഥാനത്ത് സംഭവമുണ്ടായി, ഇപ്പോൾ വീണ്ടും മലപ്പുറത്ത് സംഭവമുണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങൾ ചിലതിൽ മരണം സംഭവിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലാത്ത സംഭവങ്ങളും ഒരുപാടുണ്ട് എന്നുള്ളത് വലിയ ആശങ്കയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഈ സാക്ഷര കേരളത്തിൽ, ആരോഗ്യ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട്. സാധാരണ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് റെഗുലറായിട്ടുള്ളൊരു ചെക്കപ്പ് അത്യാവശ്യമാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ അത് 10-12 പ്രാവശ്യം ഡോക്ടറെ കണ്ടാണ് ഒരു പ്രസവിക്കാനായിട്ടുള്ളൊരു സ്ത്രീ ചെക്കപ്പിന് വരുന്നത്. എന്നാൽ മിനിമമായിട്ടൊരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നത്. അത് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പോലും ഒരു ഹെൽത്ത് കെയർ വർക്കറെ കണ്ട് നമ്മൾ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്ത് അതൊരു ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്ന് അസസ് ചെയ്തിട്ട് ഹൈ റിസ്ക് ആണെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പെൺകുട്ടിയെ അയക്കുക തന്നെ വേണം. ഇതൊന്നും ഈ നടന്ന സംഭവങ്ങളിൽ പല കേസുകളിലും ഉണ്ടായിട്ടില്ല. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ആരോഗ്യ പ്രവർത്തകരുടെ വീഴ്ചയായി കാണാൻ പറ്റില്ല. കാരണം കേരളത്തിലെ മാതൃമരണ നിരക്ക് ഇത്രത്തോളം, നമ്മളിപ്പോൾ ലോകം മുഴുവൻ എടുത്താൽ പോലും USA, UK മുതലായ രാജ്യങ്ങളിൽ പോലുമുള്ള മാതൃമരണ നിരക്കിനേക്കാൾ വളരെ കുറവാണ് കേരളത്തിലെ മാതൃമരണ നിരക്ക്. ഇത് അഹോരാത്രം ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ കിണഞ്ഞ് പരിശ്രമിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ ഒരു കോൺഫിഡൻഷ്യൽ എൻക്വയറി ഓൺ മെറ്റേണൽ ഡെത്ത്സ് എല്ലാ മാസവും എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ ഞങ്ങൾ ഓരോ മാതൃമരണമോ അല്ലെങ്കിൽ നിയർ മിസ് എന്ന് പറയും, മരണം സംഭവിച്ചില്ലെങ്കിലും നിയർ മിസ്, മരിക്കേണ്ടി വന്നേനെ, അങ്ങനെയുള്ള കേസുകളെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിലെന്താണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്, ഇത് ഞങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഓരോ ആരോഗ്യ പ്രവർത്തകരും വളരെയധികം പരിശ്രമിച്ചിട്ടാണ് നമ്മുടെ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി ഇത്ര കുറച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് പോകണമെങ്കിൽ ഈ സമൂഹം കൂടി നമ്മുടെ ഒപ്പം നിന്നാലേ പറ്റൂ. ഈ ഓരോ ഗർഭവതിയും ഈ ആരോഗ്യ പ്രവർത്തകരുടെ അടുത്ത് അവർ വോളണ്ടറിലി അവർ ചെക്കപ്പിന് വരേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും. ഈ ഒരു സംഭവം വെച്ച് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഇൻസിഡൻ്റൽ തിങ് ആണ്. പക്ഷേ ഇതൊരു കാരണവശാലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. നമ്മളിപ്പോൾ ഇതൊരു സാക്ഷരതയില്ലാത്ത ആൾക്കാർക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ പ്രസവിച്ചതിൽ മിക്കവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇതുപോലെ വീട്ടിൽ പ്രസവിച്ച ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് കേട്ടു. ഈയിടെ ഒരു ഡോക്ടറും ഒരു കുഞ്ഞും ഒരു ഹോസ്പിറ്റലിൽ മരിച്ചില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ മരണം തടയാൻ പറ്റിയില്ല? ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും വീട്ടിൽ പ്രസവിക്കാൻ തുടങ്ങിയാൽ ഈ മാതൃമരണ നിരക്ക് എവിടെ ചെന്ന് അവസാനിക്കും? നമുക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി തന്നെ വേണം. ഓരോ പെൺകുട്ടിയും ഒരു ആശുപത്രി ഫെസിലിറ്റിയിൽ തന്നെ പ്രസവിക്കണം. അത് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിലോ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ പ്രസവിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മുടെ കേരളത്തിൽ ധാരാളം ട്രെയിൻഡ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ പ്രസവം എടുക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് ഉള്ള അറിവുള്ള MBBS പഠിച്ച ഡോക്ടർമാരും ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കീഴിൽ മാത്രമേ ഓരോ പെൺകുട്ടിയും പ്രസവിക്കാൻ പാടുള്ളൂ. തീർച്ചയായും അതൊരു നിയമമൂലം കൊണ്ടുവരിക തന്നെ വേണം.